ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിറക്കൽ അമ്പലത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ചിറക്കൽ അമ്പലം എന്ന് പറയുമ്പോൾ കൂടുതലും പേർക്ക് ചിറക്കൽ അമ്പലം ദേവീക്ഷേത്രം എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. നമ്മൾ എന്താ പറയുക, ചില സ്ഥലങ്ങൾ ഫേമസ് ആക്കുന്നത് ചില വ്യക്തികളിലൂടെ. ഇപ്പോൾ ഇവിടെ ഈ അമ്പലം ഫേമസ് ആക്കുന്നത് നമ്മുടെ ഒരു ആനയിലൂടെയാണ് കേട്ടോ. ഒരു ആനയുടെ പേരിലൂടെയാണ്. നമ്മുടെ ചിറക്കൽ കാളിദാസൻ, ഒരുവിധം ആനപ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആനയാണ് ചിറക്കൽ കാളിദാസൻ. അപ്പം അത് നമ്മുടെ കാളിദാസൻ്റെ സ്വന്തം തട്ടകമാണ് കേട്ടോ. കാളിദാസൻ്റെ തട്ടകത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. അപ്പോൾ ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, എനിക്കൊരുപാട് കാര്യങ്ങളൊന്നും ഈ അമ്പലത്തിനെ പറ്റി അറിയില്ല. ഞാൻ ഈ അമ്പലത്തിൽ നിന്ന് ഒരു അരമണിക്കൂർ നേരം സഞ്ചരിക്കാവുന്ന ദൂരെ എൻ്റെ വീട്ടിലേക്കുള്ളൂ. പക്ഷേ ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്ക് ഈ അമ്പലത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഓരോ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ ഫീലാണ്, എന്താ പറയുക, ഓരോ എനർജിയാണെന്നൊക്കെ പറയുന്ന പോലെ ഈ അമ്പലത്തിൽ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര ശാന്തമാവുന്ന പറഞ്ഞ പോലെ ഒരവസ്ഥയാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ അമ്പലം. നമുക്കിതിന് ചുറ്റും എന്താ പറയുക, ഈ ചിറക്കൽ അമ്പലം എന്ന് പറയുന്നത് ഒരു ചിറക്കൽ തറവാട്ടുകാരുടെ അമ്പലമാണ് കേട്ടോ. ഈ അമ്പലത്തിൽ എന്താ പറയുക, പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആ തറവാട്ടിലെ ആളുകൾ തന്നെയാണ്. അതായത് പുറത്തുനിന്നുള്ള ഒരു ശാന്തിയോ നമ്പൂതിരിയോ അല്ല, ആ തറവാട്ടിലെ ആൾക്കാരുകൾ തന്നെയാണ് ഈ അമ്പലത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള അമ്പലങ്ങളിൽ നിന്നും ഒരു വേറിട്ട കാഴ്ച എന്ന് പറയുന്നത്, ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ അമ്പലത്തിലെ ദേവി പ്രതിഷ്ഠ എന്ന് പറയുന്നത്, ശ്രീകോവിൽ എന്ന് പറയുന്നത് ഒരു ആൽമരത്തിൻ്റെ ചോട്ടിലാണ് നമ്മുടെ ദേവീനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ആൽമരത്തിൻ്റെ ചുറ്റുമാണ് നമ്മുടെ ശ്രീകോവിൽ. അങ്ങനെയാണ് കേട്ടോ ഈ അമ്പലം. നമുക്ക് കാണുമ്പോൾ തന്നെ, നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ശാന്തതയാണ്. നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി. അതുവരെ മനസ്സിൽ എത്ര കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. നമുക്ക് ഈ അമ്പലത്തിലെ ദേവി എന്ന് പറയുമ്പോൾ ക്ഷിപ്രപ്രസാദിനിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്താണ് ചിറക്കൽ അമ്മ എന്നാണ് കേട്ടോ പറയുക. അപ്പം ഞങ്ങളിപ്പോൾ നമുക്ക് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എപ്പോഴാണ്, സാധാരണ നോർമലി അമ്പലങ്ങളിലുള്ള വിസിറ്റിംഗ് ടൈം പോലെയല്ല ചില അമ്പലങ്ങളിൽ 9:30. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലുള്ള ഒരുപാട് തിരക്കില്ലാത്ത അമ്പലങ്ങളൊക്കെ ആണെങ്കിൽ 9:30 സമയമൊക്കെ ആകുമ്പോഴത്തേനും അടയ്ക്കാം. അപ്പോൾ ഈ അമ്പലം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് വരുമ്പോൾ ഇവിടെ കറക്റ്റ് എത്ര മണിക്കാണ് ഈ അമ്പലം അടയ്ക്കുക എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ അടച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് തന്നെയാണ് അമ്പലത്തിലേക്ക് വന്നത്. എന്നാൽ അമ്പലം ഒന്ന് കണ്ടിട്ട് പോവാം, പിന്നെ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് വന്ന് തൊഴാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു വഴിപാട് ചെയ്യാനായിട്ട് നമ്മുടെ തട്ടകത്തിൽ ഒരു ശാന്തി പറഞ്ഞതിനെ തുടർന്നാണ് ഞങ്ങൾ ചിറക്കൽ അമ്പലത്തിലേക്ക് വന്നത്. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10:30 ആവാറായിട്ടുണ്ട് അമ്പലത്തിലെത്തിയപ്പോൾ. അപ്പോൾ ഇവിടെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് ഞങ്ങളൊരു വഴിപാട് കഴിച്ചപ്പോൾ അതിൻ്റെ പ്രസാദം കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ തരണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അവിടെ ശാന്തിയായിട്ട് നിൽക്കുന്ന ആൾ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് തരണമെങ്കിൽ തരാം, ഇല്ലെങ്കിൽ ഇപ്പം നട അടയ്ക്കും 11 മണി 11:10 കൂടി നട തുറക്കും. അപ്പോൾ ദേവീനെ നമുക്ക് വേറെ ഭാവത്തിൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്നിട്ട് നമുക്ക് 11:10 ഇപ്പോൾ നട തുറന്നു. അപ്പോൾ അതുവരെ കണ്ട ഭാവത്തിലുള്ള ദേവി പിന്നീട് ശരിക്കൊരു ഭദ്രകാളിയുടെ പോലെ കയ്യിൽ വാളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഭാവം തന്നെയായിരുന്നു. അപ്പം നമുക്ക് എന്താ പറയുക, അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് ഒരു സന്തോഷം തന്നെയാണ്. നമുക്ക് ആ രൂപത്തിൽ ദർശിക്കാൻ പറ്റി അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മറ്റുള്ള അമ്പലങ്ങളിലും ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് തൊഴുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൻ്റെ നല്ലൊരു അനുഭൂതി തന്നെയാണ് നമുക്ക് ഈ അമ്പലത്തിലോട്ട് വരിക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അമ്പലത്തിന് ചുറ്റും ഇവിടുത്തെ തറവാട്ടുകാരുടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു കുളമുണ്ട്. പിന്നെ എന്താ പറയുക, തൊട്ട് ആ ക്ഷേത്രത്തിൻ്റെ ആ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് ഈ അമ്പലത്തിലേക്ക് വഴിപാട് വേണ്ട എണ്ണയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണം അടുത്തുള്ള തന്നെ നമുക്കതിന് അങ്ങനെ ഒരു കടയുണ്ട്. പിന്നെ 2 ചായക്കടകളുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ചായക്കട നമുക്ക് എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് മൊമെൻറ്റ് തന്നെ നമുക്ക് തരും. അതുപോലെ ആ ഒരു ഫീലുള്ളൊരു ചായക്കട. അവിടെ കയറി ഞങ്ങൾ ചായക്ക് കുടിച്ചായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല.
അപ്പോൾ നമുക്ക് പണ്ടത്തെ ഓട് മേഞ്ഞ ഒരു ചായക്കട, ബെഞ്ചും ഡെസ്കൊക്കെ ആയിട്ട്, ഞാൻ അങ്ങനെയുള്ള ചായക്കടകളിലേക്കൊന്നും പോയിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെയുള്ള ഒരു ചായക്കടയിലേക്ക് പോയി അവിടെ നിന്ന് ചായ കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ പണ്ടത്തെ റേഡിയോയിൽ പാട്ട്, ബെഞ്ചും ഡെസ്കും ഇട്ടിട്ട് ചായക്കട, ഓടുമേഞ്ഞൊരു സ്ഥലം, അതൊക്കെ ഒരു രസം തന്നെയാണ്. നമുക്ക് ഇന്നും എന്താ പറയുക, ഒരു ഗ്രാമീണ ഭംഗി തന്നെയാണ് ഈ അമ്പലം എന്ന് പറയുമ്പോൾ. നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ് അവിടേക്ക് പോകുമ്പോൾ. അമ്പലത്തിൽ ഈ ചിറക്കിൽക്കാർക്ക് തന്നെ കാളിദാസനെ കൂടാണ്ട് വേറെ ആനകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാളിദാസനിലൂടെയാണ് ഈ അമ്പലം കൂടുതൽ പേര് അറിയണത്. ചിറക്കയിൽ അമ്മ എന്ന് പറയുമ്പോൾ വിളിച്ചാൽ വിളിപ്പുറത്താണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വന്നത്. ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു എനിക്ക് ഈ അമ്പലത്തിൽ വന്നപ്പോൾ. അത് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നെങ്കിൽ, നമുക്കിപ്പോൾ ഓരോ അമ്പലത്തിൽ പോകുമ്പോഴും ഓരോ ഫീലാണ് നമുക്ക്. ഇപ്പം മനസ്സിന് ഇപ്പോൾ കുറച്ച് നേരം ഓരോ അമ്പലത്തിൽ പോകുമ്പോഴും നമ്മൾ പെട്ടെന്ന് പോയി തൊഴുതിറങ്ങി വരാതെ നമ്മൾ കുറച്ച് നേരം അവിടേക്കൊന്ന് സ്പെൻഡ് ചെയ്യാണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്ന് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നു. ഒരു മണിക്കൂറോളം ഞങ്ങൾ എന്തായാലും അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് ചെന്നു. നമുക്ക് അതുവരെ മനസ്സിലുണ്ടായിരുന്ന ഭാരമൊക്കെ അവിടെ ഇറക്കി വെച്ച ഒരു ഫീൽ തന്നെയായിരുന്നു അമ്പലത്തിൽ പോയപ്പോൾ. അങ്ങനെ എല്ലാ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ലേ. ഇതുപോലെ മനസ്സിനൊരു ശാന്തത തരുന്ന അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കുംനാഥനാണ്. വടക്കുംനാഥനിൽ പോയി അവിടെ തൊഴുത് നമ്മൾ പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടേക്ക് ഇരിക്കുന്നത് നമുക്ക് മനസ്സിനൊരു നല്ലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിയാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ചിറക്കൽ വരുമ്പോൾ കേട്ടോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.